ഒരു അടിപൊളി മാജിക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഒരു ഡിസ്പോസിബിൾ പേപ്പർ ഗ്ലാസും അതുപോലെ തന്നെ ഒരു ബോട്ടിലിൽ അല്പം വെള്ളവും. ഈ ബോട്ടിലുള്ള വെള്ളം ഞാൻ ഈ പേപ്പർ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഈ വെള്ളത്തിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കണ്ടോ, വെള്ളം ഒഴിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ചുകൂടി വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ഈ മാജിക്കിന് പിന്നിലുള്ള രഹസ്യമാണ് ഈ കാണുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പമ്പേഴ്സ്. ഈ പമ്പേഴ്സിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം പോളി അക്രലൈറ്റ് എന്ന രാസവസ്തുവാണ് ഈ വാട്ടറിനെ ജെല്ലിയാക്കി സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും, ഈ പമ്പേഴ്സിൽ നിന്നും സോഡിയം പോളി അക്രലൈറ്റ് വേർതിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് എങ്ങനെ വേർതിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കത്രിക ഉപയോഗിച്ച് പമ്പേഴ്സിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത ശേഷം ഓരോരോ ലെയറുകളായി നമ്മളതിൽ നിന്ന് പൊളിച്ച് നീക്കം ചെയ്യുക. ഇങ്ങനെ നീക്കം ചെയ്ത് അവസാനം നമ്മൾ അതിൽ കോട്ടനുള്ള പഞ്ഞിയുള്ള ഭാഗത്ത് എത്തിച്ചേരും. ആ പഞ്ഞിയുടെ മുകളിലുള്ള ലെയറും കൂടി എടുത്തു മാറ്റിയാൽ അതിന് താഴെയായിട്ടാണ് സോഡിയം പോളി അക്രലൈറ്റ് എന്ന രാസവസ്തു ഉള്ളത്. ഈ കാണുന്നതാണ് സോഡിയം പോളി അക്രലൈറ്റ്. ഇത് നമുക്കൊരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കൊണ്ടോ നീക്കി ചുരണ്ടിയെടുത്ത് നമുക്ക് ഇതുപോലെ അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഈ കാണുന്ന വെള്ള നിറത്തിലുള്ള തരികളാണ് സോഡിയം പോളി അക്രലൈറ്റ്. ഇതാണ് വെള്ളത്തെ ജെല്ലിയായി സൂക്ഷിക്കുന്നത്. നമുക്ക് ഒരു പമ്പേഴ്സിൽ നിന്ന് ലഭിച്ച സോഡിയം പോളി അക്രലൈറ്റ് ആണിത്. ഇത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്കാണ് നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച വെള്ളത്തിന് എന്താ സംഭവിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ ആ വെള്ളത്തെ സോഡിയം പോളി അക്രലൈറ്റ് ജെല്ലാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. കണ്ടോ, ജെല്ലാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച വെള്ളം ജെല്ലായി മാറ്റി നമ്മുടെ സോഡിയം പോളി അക്രലൈറ്റ്. അപ്പോൾ അത് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു സ്നോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. ആ സ്നോ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. കേട്ടോ, ഇത് കുട്ടികൾക്ക് സ്നോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ മാജിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.